നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വൈറ്റ് കോളർ ടെററിസത്തെക്കുറിച്ചും കോളേജുകളിൽ കുട്ടികൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചും ഉന്നത തലങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസമടക്കമുള്ള കാര്യങ്ങളിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു കഴിഞ്ഞു. വളരെ ഗൗരവകരമായ ഒരു വീഡിയോ ഈ ദിവസങ്ങളിൽ കാണാനിടയായി. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഞെട്ടലുളവാക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് റിസർച്ച് സ്കോളറായി പോയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്കുണ്ടായ ദുരവസ്ഥകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ അമ്മ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു. എട്ടിമടയിലെ അമൃത ക്യാമ്പസിൽ നടക്കുന്ന ചില ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അമ്മ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോഴും ആ അമ്മ മാനേജ്മെന്റിനെ കുറിച്ചോ അവിടുത്തെ മറ്റാരെയോ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ പെൺകുട്ടി M.Tech വരെ പഠിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നും റിസർച്ചിന് പോയി കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ കുട്ടിയെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തും ആ കുട്ടിയെ മനസ്സു മാറ്റിയുമൊക്കെ ആ ക്യാമ്പസിനുള്ളിൽ തന്നിൽ നിന്ന് ആ ക്യാമ്പസിനുള്ളിലേക്ക് അവിടുത്തെ റിസർച്ച് ഗൈഡുകളടക്കം മാറ്റിയിട്ടുണ്ടെന്നും ആ പെൺകുട്ടിയുടെ റിസർച്ച് ചെയ്ത് ആ നൽകിയിരിക്കുന്ന ആ പ്രോജക്റ്റുകൾക്ക് ഏതാണ്ട് 52 ലക്ഷത്തിലധികം രൂപ അപ്രൂവലായി ലഭിച്ചിട്ടുണ്ടെന്നും ആ ലഭിച്ച പണം, അതും ആ പ്രോജക്റ്റ് തന്നെ, പണമല്ല അവരുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ആ പ്രോജക്റ്റ് തന്നെ ഗൈഡ് അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുകയും പെൺകുട്ടിയെ കുടുംബത്തിൽ നിന്ന് അകറ്റുകയും ചെയ്തു എന്നതാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന വാദം. കഴിഞ്ഞ 22 വർഷമായി തൻ്റെ മകൾ തന്നോടൊപ്പം നിൽക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ഇപ്പോൾ താൻ പഠിക്കാൻ അനുവദിക്കുന്നില്ല എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് തൻ്റെ കുടുംബത്തിൽ നിന്നും അടർത്തി മാറ്റി കൊണ്ടുവന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ആ സ്ഥാപനത്തിൽ റിസർച്ച് ഗൈഡായി പ്രവർത്തിക്കുന്നത് ശന്തനു ഭൗമിക് എന്ന് പറയുന്ന ബംഗാളിൽ നിന്ന് ഉള്ള ഒരാളാണെന്നും അയാളുടെ പെരുമാറ്റമടക്കം മോശമാണെന്നും അയാളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവുമൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. ഏതായാലും ഈ ക്യാമ്പസിൽ നിന്നുയരുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വൈറ്റ് കോളർ ടെററിസത്തെക്കുറിച്ചൊക്കെ ഗൗരവകരമായി കേരളത്തിലെ ജനങ്ങളും ലോകത്തെ ജനങ്ങളെല്ലാം ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ ആ വാർത്തകൾ ഏതായാലും പൊതുജനങ്ങൾ അറിയണം. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പുറത്തു വരണം. അത്തരം ശ്രമങ്ങളുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കണം എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അവർ തന്നെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ട വീഡിയോ ആണ്. അവരുടെ കൺസെന്റും ഞാൻ ചോദിച്ചിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അവരിപ്പോൾ അവിടെ പരാതിയുമായി കമ്മീഷണറുടെ അടുത്തേക്ക് പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ അമ്മ. ഏതായാലും ഇത്തരം വിഷയങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കുട്ടികളെല്ലാം, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ നമ്മുടെ കുട്ടികളുടെ ജീവനും സുരക്ഷയും ഒക്കെ വലിയ അപകടത്തിലാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മൗനം പാലിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത്, ട്രെയിനിൽ ഒരു 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു വലിയ വാർത്ത നമ്മൾ കേട്ടതാണ്. അതുപോലെ നിരവധി വാർത്തകൾ ഇതുപോലെ തന്നെയായിരുന്നു. പൊയ്നാച്ചി ഡെന്റൽ കോളേജുമായി ബന്ധപ്പെട്ട് നിമിഷ ഫാത്തിമയുടെ അമ്മ വന്ന് കരഞ്ഞു പറഞ്ഞത് അഖില ഹാദിയെ പഠിക്കാൻ പോയതാണ്. അപ്പോൾ ഈ വിഷയത്തിന് അതിൻ്റെതായ ഗൗരവം ഉണ്ടാകും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്യാനൊരുങ്ങുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മാനേജ്മെന്റിനെയോ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയോ തകർക്കുക എന്ന ഉദ്ദേശമല്ല ഞങ്ങൾക്കുള്ളത്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കണം. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിലേക്ക് ആ മാനേജ്മെന്റിന്റെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിയണം. അതിനുവേണ്ടി മാത്രമാണ് ഈ വാർത്ത ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആ അമ്മയുടെ വാക്കുകൾ നിങ്ങൾക്ക് അവരുടെ വായിൽ തന്നെ നേരിട്ട് കേൾക്കാം. നമസ്കാരം, ഞാൻ ശ്രീജകുമാരിയാണ്. ഒരു കാര്യം, ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം, ഉത്തരവാദിത്തപ്പെട്ടവരെ, മനുഷ്യത്വമുള്ളവരുടെ ിലേക്ക് ക്ഷണിക്കുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഇതിനെ സീരിയസ് ആയി കണ്ട് പരമാവധി നമ്മുടെ പെൺകുട്ടികളെ രക്ഷിക്കാനും എനിക്ക് സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഇവിടെ പ്രോബ്ലം ഉണ്ട്. ഞാൻ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് ഇന്നതിന് ശേഷം ലൈവ് പോകുന്നതാണ് നല്ലത്. വരുന്നു, ദയവ് ചെയ്ത് അഡ്വക്കേറ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പലതിൻ്റെയും മറവിൽ പല രീതിയിൽ മനുഷ്യക്കടത്ത്, പെൺകടത്ത്, അങ്ങനെയുള്ള പല മയക്കുമരുന്ന് ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്.
ദയവ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കേരളം മാത്രമല്ല, ഞാൻ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. അപ്പം തമിഴ്നാട് അത് മാത്രമല്ല, മോഡിജി, നരേന്ദ്രമോദി ഒക്കെ ഇത് ചെയ്യണം. കാരണം ഞാൻ ഇത് സംസാരിക്കുന്നത് സാധാരണ ഞാൻ എതിരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ നേരിടാൻ പോകുന്നത് സാധാരണ ഒരു സ്ഥാപനത്തിലൂടെയല്ല. പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ ആത്മീയ കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന ആൾക്കാരോടാണ് ഏറ്റുമുട്ടാൻ പോവുകയല്ല. അവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ, അവർക്ക് എന്താണ് സത്യം, എന്താണ് ധർമ്മം അത് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത്, ഞാൻ ഈ ആചാര്യയെ ഒരു തരത്തിലും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നില്ല. അവർ ഒരു ആത്മീയ ഗുരുവാണ്. പക്ഷേ കോയമ്പത്തൂരിലുള്ള അമൃത കോളേജിൽ നടക്കുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു പെൺകുട്ടിയെ കടത്താൻ ബോധപൂർവം 8 മാസമായി നടക്കുന്നൊരു ശ്രമത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പെൺകുട്ടി എൻ്റെ മകളും ഞാൻ ആ പെൺകുട്ടിയുടെ അമ്മയുമാണ്. ദയവ് ചെയ്ത്, എനിക്ക് 4000 സുഹൃത്തുക്കളുണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത്, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും മനുഷ്യത്വവും ധാർമ്മിക ബോധമുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇതിനെ ഉൾക്കൊണ്ടുന്ന തരത്തിൽ ഉൾക്കൊണ്ടിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആരെങ്കിലും അഡ്വക്കേറ്റ്മാരെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം. ഈ കഷ്ടകാലത്തിൽ എന്നെ ഒന്ന് സഹായിക്കണം. രാവിലെ ആർക്കും ലൈവിൽ വരാൻ ഒരു സമയം കാണണമെന്ന് വരില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ അഡ്വക്കേറ്റ്സോ അല്ലെങ്കിൽ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരോ സാമൂഹ്യ സേവികകളോ സേവകന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശ്വാസ കച്ചവടത്തിലും മതക്കച്ചവടത്തിലും അന്ധവിശ്വാസ കച്ചവടത്തിലും ആത്മീയത്തിലും പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന കള്ളങ്ങൾ അല്ലെങ്കിൽ അവിടെ അധാർമികതകൾ ഉണ്ടെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യണം. ഇത് ഞാൻ വരുന്ന സമയത്ത് ഇതെൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിനെ ബാധിക്കുമെന്ന് കൃത്യമായി അറിയാം. എന്നാൽ പോലും ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ ഗതി വരരുത്. അതുപോലെ ഈ ഒരു കുടുംബത്തിലുള്ള കുട്ടികളെയും കുടുംബത്തിൽ നിന്ന് വേർതിരിച്ച് സ്ഥാപനത്തിലേക്ക് വലിച്ചുകൊണ്ട് അവരെ ആ നിങ്ങൾ കുടുംബത്തിലെ മകളോ അല്ലെങ്കിൽ മകനോ അല്ലെങ്കിൽ കുടുംബത്തിലൊരു അംഗമോ അല്ല, നിങ്ങളൊരു വ്യക്തിയാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന ഒരു കാര്യം പറഞ്ഞേണ്ട കാര്യമുണ്ടോ? ഒരു കുടുംബത്തിലൊരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ആ കുട്ടിയെ സമൂഹത്തിൽ ജീവിക്കാനുള്ള വ്യക്തിത്വത്തിന് ഉടമകളാക്കാനാണ് നമ്മൾ പേരൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാപനമല്ല അതിന് ശ്രമിക്കേണ്ടത്. എൻ്റെ മകളെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞ ഒക്ടോബറിൽ ഞാനൊരു ലൈവ് ഇട്ടിരുന്നു. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ലൈവ് ഇട്ടിരുന്നത്. ഇപ്പോൾ അത് വളരെ, ഇന്നലെ ശനിയാഴ്ച ഒരു കാര്യം നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച എൻ്റെ കുട്ടിയെ അമൃത കോളേജിൻ്റെ അകത്ത് ഞാൻ രാവിലെ അവളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു. ആ കോളേജിൽ ഡ്രോപ്പ് ചെയ്ത കുട്ടിയെ വൈകിട്ട് 7 മണിയായപ്പോൾ പോലും അവളെ കാണുന്നില്ല. ആ കുട്ടിയെ വൈകുന്നേരം 7 മണിയായപ്പോഴും വീട്ടിൽ തിരിച്ചെത്താത്ത സാഹചര്യത്തിൽ ഹ്യൂമൻ മിസ്സിങ്ങിന് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ആ പെൺകുട്ടിയെ കൊണ്ട് അമൃത കോളേജിന്, കോയമ്പത്തൂർ എട്ടിമടയിലുള്ള അമൃത കോളേജിനകത്ത് നിന്ന് എന്നെ വിളിപ്പിക്കുകയാണ്. ആ കുട്ടി ആ സമയത്ത് അവരുടെ വണ്ടിയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലാണ്. എൻ്റെ മകളെ അവരുടെ കസ്റ്റഡിയിൽ വെച്ചു രാത്രി 7 മണി വരെ. ആ കസ്റ്റഡിയിൽ വെച്ചിട്ട് ഞാൻ 2 പ്രാവശ്യം വിളിച്ചപ്പോൾ 3ാമത് പ്രാവശ്യം അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ അമൃത കോളേജിനകത്താണ്. രാവിലെ ഏകദേശം 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആ കോളേജും എൻ്റെ വീടുമായുള്ള ദൂരം. ആ വീട്ടിലേക്ക് അയക്കാതെ ആ കോളേജിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവളുടെ വീട് ഇവിടെയാണെന്ന്. 2.5 വർഷമായിട്ട് ആ കുട്ടി ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമൃത കോളേജിൽ ഈ കൊച്ച് 2.5 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നുമില്ലാത്ത അവസാന നിമിഷത്തിൽ ഈ കുട്ടി തിരിച്ചു വരുന്നില്ല. 7 മണിയായപ്പോഴും ഈ കൊച്ച് തിരിച്ചു വരുന്നില്ല. ഇരുട്ട് കഴിഞ്ഞു. വരുന്നു.
ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ പറയുന്നു ഞാൻ ഹോസ്റ്റലിലാണ് എന്ന്. അവൾ ഹോസ്റ്റലിലാണ്. എങ്ങനെ അവൾ ഹോസ്റ്റലിലെത്തി? ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ പേരൻ്റ് അറിയാതെ എങ്ങനെ ഒരു കുട്ടിക്ക് ഹോസ്റ്റലിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കാം? ഞാൻ ആക്ഷൻ എടുക്കും, ഇത് പ്രശ്നമാകും എന്ന് കണ്ട ഉടനെ ആ കുട്ടിയെ അവരുടെ വാഹനത്തിൽ തന്നെ എൻ്റെ വീടെത്തിക്കാൻ ഞാൻ അവിടെ പോയി തന്നെ ബഹളം ഉണ്ടാക്കും, പ്രശ്നമാവും എന്ന് കണ്ട നിമിഷത്തിൽ അവർ ആ കുട്ടിയെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അവളെ ആ ക്യാമ്പസിനകത്ത് 24 മണിക്കൂർ ആവശ്യമാണ്. അതുകൊണ്ട് അവളുടെ വീട്ടിൽ അവൾക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ല. 27 വർഷം അവളെ ബിടെക് പഠിച്ചു, എംടെക് പഠിച്ചു. ഇപ്പോൾ PhDക്ക് ഞാൻ ആ സ്ഥാപനത്തിൽ കൊണ്ട് ചേർത്തു. PhD ചെയ്തുകൊണ്ട് 2.5 വർഷമായി. ഇതുവരെയും വീട്ടിലെ സാഹചര്യത്തിനോ വീട്ടിലെ അമ്മയാണ് പഠിപ്പിന് എൻകറേജ് ചെയ്യുമെന്ന് പറയുന്ന കുട്ടിയെ കൊണ്ട് അവളുടെ ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് അവൾ എനിക്കെതിരെയാക്കി ഈ അമൃതാനന്ദമയി സ്ഥാപനത്തിലുള്ള അപ്പോൾ ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോട് കഴിഞ്ഞ ഒക്ടോബർ മാസം തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്, ഇത് ജിഹാദിയുടെ അഫക്റ്റാണോ അല്ല മയക്കുമരുന്നിൻ്റെ അഡിക്ഷനാണോ എന്നറിയില്ല. വീട്ടിൽ കുട്ടി ഡിസ്ട്രാക്ഷൻ ആകുന്നുണ്ട്. ഇവിടെ പുതിയതായിട്ട് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ ഗൈഡ് ഒരു ബംഗാളിയാണ്. ആ ബംഗാളി ഗൈഡിൻ്റെ പേര് ശന്തനു ഭൗമിക് എന്നാണ്. ആ മനുഷ്യൻ പല മാസങ്ങളായി അവിടെ അവൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾ പറഞ്ഞിരുന്നു 3 വർഷത്തേക്ക് നിങ്ങൾ വിവാഹം കഴിക്കരുതെന്ന്. അതിനുശേഷം ആ ദിവസം തന്നെ ഈ PhDയുടെ ഗൈഡ് ചെയ്യുന്ന ആ മനുഷ്യൻ ആ ദിവസം അവളെ കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കെട്ടിപ്പിടിത്തമല്ല, അയാളുടെ ഭാഷയുള്ളത് 56 വയസ്സായ മനുഷ്യൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണെന്നും അതുകൊണ്ട് 6 വർഷങ്ങളായി അയാൾ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിലില്ലാത്തത് കൊണ്ട് അയാൾ ഇപ്പോഴും സൗന്ദര്യവാനും ആരോഗ്യവാനുമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ കാരണം ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഇറക്കി കെട്ടി അണയ്ക്കുന്നതിലൂടെ അയാൾക്ക് കിട്ടുന്ന എനർജി ട്രാൻസ്ഫർ ആണെന്നും എന്നോട് ആ മനുഷ്യൻ പറയുന്നു. ഇവരിൽ നിന്ന് കിട്ടുന്ന എനർജി ട്രാൻസ്ഫറാണ്. അപ്പോൾ അവർക്ക് എനർജി ട്രാൻസ്ഫർ ഉണ്ടാക്കാനും അവർക്ക് എനർജി ഉണ്ടാക്കാനുമല്ല കുടുംബത്ത് ജനിക്കുന്ന കുട്ടികളെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. അതിനുശേഷം 2 വർഷമായി എൻ്റെ മകൾ വേൾഡ് സയൻറ്റിഫിക് കോൺഫറൻസിൽ ബെസ്റ്റ് പേപ്പർ അവാർഡ് വാങ്ങി. അതിന് ഒരു കമ്പനിക്കാർ വന്ന് 52 ലക്ഷം രൂപ അവളുടെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ ഇതേ ഗൈഡ് ചെയ്ത കാര്യം ആ എക്സ്പെരിമെൻ്റ് ആ ഒരു കാര്യം ടോട്ടലി അവളിൽ നിന്ന് മാറ്റുകയും ആ എമൗണ്ട് ഉപയോഗിച്ച് പരീക്ഷണം ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. സ്ഥാപനവും ആ മനുഷ്യന് ചേർന്ന് 52 ലക്ഷം രൂപ എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തപസ്യാനന്ദ സ്വാമിജി എന്നോട് പറഞ്ഞു, അവൾ ബ്രില്യൻ്റ് സ്റ്റുഡൻ്റാണ്, അവൾ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോഴേ അതിൻ്റെ ഇംപ്രഷൻ കൊണ്ട് തന്നെ അഹമ്മദാബാദിൽ മോഡിയുടെ സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഏതോ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ പരീക്ഷണശാല ഉണ്ടാക്കാൻ വേണ്ടി ഇവർക്ക് അതിനൊരിത് ചെയ്യാൻ വേണ്ടി 65 ഏക്കർ സ്ഥലം വെറും 1 രൂപയ്ക്ക് 65 ഏക്കർ സ്ഥലം ഈ ഒരു കാര്യത്തിൻ്റെ ഏതോ ഇവളുടെ ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും, ആ കുട്ടിയുടെ ഒരു ബ്രില്യൻസി വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷനിൽ അവർ സന്തോഷമായി അങ്ങനെ 65 ഏക്കർ സ്ഥലം അവിടെ കൊടുത്തു എന്നാണ്. എങ്ങനെ സ്ഥാപനം ഈ ഇവിടെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ റിസർച്ച് ചെയ്യുകയാണ്. ഇതിൻ്റെ ഇനിയൊരു വശം നോക്കിക്കഴിഞ്ഞാൽ ആ ഗൈഡ് 2ാമത് പ്രാവശ്യം ഇവളെ കെട്ടിപ്പിടിക്കുന്നു. ആരും ഇല്ലാതെ പബ്ലിക് ഹോളിഡേയ്സിൽ അയാളുടെ ക്യാബിൻ എന്ന് പറഞ്ഞ വെളിയിൽ നിന്ന് ഞാൻ പോയി നോക്കിയപ്പോൾ വെളിയിൽ നിന്ന് അകത്ത് കാണാൻ പറ്റത്തില്ല. ഈ അമൃത കോളേജിൻ്റെ രജിസ്ട്രാർ ഇരിക്കുന്ന സ്ഥാപനം പോലും ആ ഒരു ക്യാബിൻ പോലും ട്രാൻസ്പാരൻ്റ് ആണ്, വെളിയിൽ നിന്ന് നോക്കിയാൽ അകത്ത് കാണാം. പക്ഷേ ഈ പ്രത്യേക മനുഷ്യൻ ധാരാളം ഫണ്ട് അമൃത ഗ്രൂപ്പിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ബംഗാളി ശന്തനു ഭൗമിക് എന്ന് പറയുന്ന ഈ ബംഗാളി മനുഷ്യൻ അയാൾ ഇനി പിന്നെ ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. എനിക്ക് തെളിവില്ലാത്ത കാര്യം പറയാൻ പറ്റില്ല, എൻ്റെ അനുഭവം ഇല്ലാത്ത കാര്യം പറയാൻ പറ്റില്ല. എൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ
പിന്നെ എൻ്റെ മകളെ കെട്ടിപ്പിടിക്കുന്ന, അത് മാത്രമല്ല എൻ്റെ മകളെ മാത്രമല്ല, ഞാൻ അറിഞ്ഞതിലിരുന്ന് പല കുട്ടികളെയും പബ്ലിക് ഹോളിഡേയ്സിൽ അയാളുടെ ക്യാബിനിലേക്ക് പെൺകുട്ടികളെ വിളിച്ചു വരുത്തുന്നു തനിയെ. എൻ്റെ മകളെ 2 പ്രാവശ്യം വിളിച്ചു. ഞാൻ രാത്രിയിൽ ഒരു ദിവസം, ശനിയാഴ്ച ദിവസം 8:30 മണിക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നീ പോണ്ട. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സ്കോളേഴ്സാണ്, 24 മണിക്കൂറും റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വേണം. ആദ്യത്തെ ദിവസം തന്നെ അയാൾ പറഞ്ഞത്, അവർക്ക് സർവ്വ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വ്യക്തികളാണ്, അതായത് മകളോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ളവരോ അല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് വരേണ്ടുന്നവരാണ്. നിങ്ങൾ ഒറ്റയ്ക്ക്, നമുക്കറിഞ്ഞൂടെ, പ്രസവിച്ച് വളർത്തി അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നവരെ സമൂഹത്തിൽ നിന്ന് ജീവിക്കാൻ പ്രാപ്തരാക്കി എടുക്കുന്നവരാണ് ഈ വീട്ടിലിരിക്കുന്ന, കുടുംബത്തിലിരിക്കുന്ന ആൾക്കാരും. കുടുംബത്തിലിരിക്കുന്ന ആൾക്കാർ വെറും വിവരം കെട്ടവരല്ലെന്ന് ഈ സ്ഥാപനത്തിലിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം. അങ്ങനെ ഈ പെൺകുട്ടിയെ അയാളിലേക്ക് ചേർക്കാൻ പാതിരാത്രി 8:30 മണിക്ക് ആ മനുഷ്യൻ വിളിക്കുന്നു. തനിയെ ചെല്ലാൻ, പെൻഡ്രൈവും എടുത്തുകൊണ്ട് അയക്കുള്ള ക്യാബിനിലേക്ക് തനിയെ ചെല്ലാൻ ആ മനുഷ്യൻ വിളിക്കുകയാണ്. ഞാൻ സ്ഥാപനത്തിന് റിപ്പോർട്ട് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് ഒരു മനുഷ്യനുമില്ല ആ ക്യാബിനിൽ. ഇവളെ വിളിച്ചു. ഇവളെ വിളിച്ചിട്ട് അകത്തെന്താ നടന്നതെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ ഒരു ഷാഡോ അയാൾ അകത്തിരുന്ന് കണ്ടപ്പോൾ അവളോട് ചോദിക്കുന്നു, അതാരാണ്? അപ്പം അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ആ സ്ഥാപനത്തിൽ ആ സമയത്ത് ഒരു മനുഷ്യനും വരില്ല എന്ന് ഈ ശന്തനു ഭൗമിക്കെന്ന് പറയുന്ന, ഇപ്പോൾ എൻ്റെ മകളുടെ PhD പഠനം ഇതോടെ മുടങ്ങും, അതെനിക്കറിയാം. പക്ഷേ എന്നാലും ഇനി ആർക്കും ഈ ഗതികേട് വരരുത് മാക്സിമം. അങ്ങനെ ഈ മനുഷ്യൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ സ്ഥാപനത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഇയാൾ തനിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ പെൺപിള്ളേരെ ഇതുപോലെ ക്യാബിൻ്റെ അകത്ത് വിളിച്ചു വരുത്തുകയും അവരുടെ ശാരീരികമായിട്ട് അവരെ തൊടുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇയാൾക്കുണ്ട് എന്ന് പറഞ്ഞു. പബ്ലിക് ഹോളിഡേയ്സിൽ ഇയാൾക്കുള്ള ക്യാബിനിൽ ഒറ്റയ്ക്ക് പെൺകുട്ടികളെ വിളിച്ചു വരുത്തുന്നു. പെൺകുട്ടികളുടെ എൻ്റെ മകളെ വിളിച്ചു വരുത്തുന്നു. അവിടെ ഇവൾക്ക് PhD കിട്ടാനുള്ളതാണെന്നുള്ളത് കൊണ്ട് ഇവൾ അത് സഹിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ സ്വന്തം ശരീരം കാഴ്ചവെച്ചാൽ മാത്രമേ അയാളുടെ അടുത്തുനിന്ന് PhD കിട്ടത്തുള്ളൂ. ഇനി വേറെ കാര്യം, എന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്തു. നിന്റെ അമ്മ നിന്നോടുള്ളപ്പോൾ നിനക്ക് വീട്ടുകാരിൽ നിന്നും പേരൻസിൽ നിന്നും, അത് സിംഗിൾ പേരൻസ് ഉള്ളവരെയാണെന്ന് തോന്നുന്നു ഇയാൾ ടാർഗറ്റ് ചെയ്യുന്നത്. അച്ഛന്മാരുണ്ടെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കിട്ടുമല്ലോ, പക്ഷെ സിംഗിൾ പേരൻസ് ഉള്ളവരെയാണ് ഇയാൾ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ മനുഷ്യൻ ഈ കുട്ടിയെ ടാർഗറ്റ് ചെയ്തു. കിട്ടത്തില്ല, ഇവളുടെ അമ്മ ഒരു കവചം പോലെ ഇവളോടൊപ്പമുണ്ട്, അങ്ങനെ ഒറ്റയ്ക്കും കറ്റയ്ക്കും ഒന്നും അയക്കത്തില്ല പിന്നെ എന്നുള്ള ഇതുള്ളത് കൊണ്ട് ഇയാൾ ഈ കുട്ടിയെ, പിന്നീട് ഇവള് വരുന്നത് നാക്ക് കുഴഞ്ഞ് ഏതോ ജ്യൂസിലോ എന്തോ ആരോ, അതായത് നോർമലായിട്ടല്ല എൻ്റെ കുട്ടി വീട്ടിൽ വന്നത്. ഞാൻ സ്ഥാപനത്തിലെത്തി റിപ്പോർട്ട് ചെയ്തു, എൻ്റെ കുട്ടിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, അവളുടെ മെമ്മറി പവർ പോയി, അവൾ നാക്ക് കുഴയുന്നു, അവൾ ലേറ്റായിട്ട് വീട്ടിലെത്തുന്നു, പിന്നെ അത് മാത്രമല്ല അങ്ങനെ ഒരുപാട് സിംറ്റങ്ങൾ. അപ്പോൾ അങ്ങ് ഹോസ്റ്റലിൻ്റെ അകത്താക്കണം എന്നാണ് അവരുടെ ആവശ്യം പിന്നീട്. കാരണം അയാളോട് ഡൽഹിയിൽ നടന്ന കോൺഫറൻസിൽ ഈ പെൺകുട്ടിയോട് പറയുന്നു, നീ ഒറ്റയ്ക്ക് ഈ കോൺഫറൻസിൽ വരണം, നീ തനിയെ അയാളോട് സഞ്ചരിച്ച്, ഇവള് തനിയെ വന്നു കഴിഞ്ഞാൽ അയാളോടൊപ്പം പോയി അയാളോടൊപ്പം ഉള്ള റൂമിൽ കിടന്ന് അയാളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ബാംഗ്ലൂരിൽ NAL ഒരു പരീക്ഷണം, ഇവളുടെ സാധനം പരീക്ഷണത്തിന് കൊണ്ടുപോയപ്പോൾ ഇവളോട് പറയുന്നു, അവള് തനിയെ അയാളോടൊപ്പം സഞ്ചരിച്ച് അയാളോടൊപ്പം ചിലവഴിച്ച് അയാളോടൊപ്പം നിന്നാൽ മാത്രമേ അവൾക്ക് PhD കിട്ടത്തുള്ളൂ. ഇത് ഞാൻ സ്ഥാപനത്തിൽ ബന്ധപ്പെട്ട ആൾക്കാരോട് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്ത സമയത്ത് ആ ബന്ധപ്പെട്ട ആൾക്കാർ, ഇയാൾ അനേകം ഫണ്ട് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്ന ആളായതുകൊണ്ട് അയാളെ എതിർത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, നിസ്സഹായാവസ്ഥ. സ്വാമി തപസ്യാനന്ദയുടെ അടുത്ത് ഞാൻ ഇത് അവതരിപ്പിച്ചു. തപസ്യാനന്ദ അദ്ദേഹത്തിന് വളരെ കോപ്പറേറ്റ് ചെയ്യുകയും ഇത് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ശന്തനു ഭൗമിക്ക് ചെയ്ത കാര്യം, ബംഗാളിൽ നിന്നും, അയാളൊരു ബംഗാളിയാണ്, ശന്തനു ഭൗമിക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ബംഗാളിയാണ്.
ബംഗാളിൽ നിന്നും അയാൾക്ക് വേണ്ടപ്പെട്ട ഒരു 33 വയസ്സുള്ള കണ്ടു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയായെന്ന് തോന്നാത്ത ഒരു മനുഷ്യൻ ആഗസ്റ്റിൽ അവിടെ വരികയും അയാളുടെ കെയർ ഓഫിലാണ് വന്നതെന്ന് ഞാൻ അറിഞ്ഞു. അയാളുടെ വേണ്ടപ്പെട്ട ഒരു ടീം ഇവിടെയുണ്ട്. ആ ടീം ഈ കുട്ടിയെ നിരന്തരമായിട്ട് ഉപദേശിക്കുകയും ബ്രെയിൻ വാഷ് ചെയ്യുകയും ചെയ്യാൻ സ്ഥിരോത്സാഹം കാണിച്ചു കൊണ്ടിരുന്നു. അത് ഇനി ജിഹാദി ഗുമ്പലിൽപ്പെട്ട ആൾക്കാരാണോ വേറെ ആരെങ്കിലും ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ചില സിംറ്റങ്ങളും ഞാനത് കണ്ടു. ഈ ഭൗമിക് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കെയർ ഓഫിലാണ് ഈ പ്രീതം ബിശ്വാസ് എന്ന് പറയുന്ന ഒരു പയ്യനെ, അവിടെ ഒരു ബംഗാളി പയ്യനെ അവിടെ കൊണ്ട് നിർത്തി. ആ പയ്യനെ ഇവളെ കാണിച്ചു കൊടുത്ത് ഇവളുടെ ക്യാബിനിൽ അവനെ അലോട്ട് ചെയ്യുന്നു. കാരണം ഇവളെ എങ്ങനെയെങ്കിലും കടത്താനുള്ള നീക്കം അന്ന് തൊട്ട് ആരംഭിച്ചു. അതിനുശേഷം ഈ കുട്ടി നോർമലല്ല, അത് അബ്നോർമലാണ്. ഈ പെൺകുട്ടി കണ്ടാൽ നമുക്ക് നോർമലായിട്ടൊക്കെ തോന്നും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ മയക്കുമരുന്നോ എന്തോ ഒന്ന് അവളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ കൂടെ ഇവളെ ടാർഗറ്റ് ചെയ്ത് അപ്പോൾ വന്ന ഒരാൾ 2.5 വർഷം കൊണ്ട് എല്ലാവർക്കും അറിയാം വളരെ പ്രഗത്ഭമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ച്, വേൾഡ് കോൺഫറൻസിൽ ബെസ്റ്റ് പേപ്പർ അവാർഡ് വാങ്ങിയ ഒരു കുട്ടി, നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ ജീവിതം തകർക്കാനും കടത്താനുമായിട്ട് ഒരു പയ്യൻ വട്ടമിടുന്നു. അങ്ങനെ ഇതിൻ്റെ ആപത്ത് മനസ്സിലാക്കിയ ഞാൻ, ഇതിൻ്റെ ആപത്ത് ഈ പ്രീതം ബിശ്വാസ് എന്ന് പറയുന്ന ബംഗാളി മനുഷ്യൻ സെപ്റ്റംബറിൽ ഈ സെപ്റ്റംബറിൽ കഴിഞ്ഞ 2.5 വർഷമായിട്ട് എൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, തനിയെ പോകും തനിയെ വരും, ഞാൻ കൊണ്ടുപോയി വിടും വരും എന്നുള്ള രീതിയിൽ പഠിത്തം തുടർന്നുകൊണ്ടിരുന്ന എൻ്റെ മകളെ ഒരു ബംഗാളി അയാളുടെ വേണ്ടപ്പെട്ട ഒരു മനുഷ്യനുമായിട്ട് ഇയാൾ ഇണച്ചു വിടുന്നു. അതിനുശേഷം അവൻ അവൻ്റെ കൂടെയായി പിന്നീട് അവൻ ഇവളുടെ ബ്രെയിൻ കയ്യിലെടുക്കുന്നു, ബ്രെയിൻ വാഷ് ചെയ്യുന്നു, അവൻ്റേതാക്കി മാറ്റുന്നു. ഇത് ഞാൻ സ്ഥാപനത്തിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ സ്ഥാപനത്തിലെ ആൾക്കാർ പറഞ്ഞു അവനെ വിളിച്ച് വാണിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് നീ പെൺകുട്ടി നമ്മുടെ കൈ വിട്ട് പോയി, കാരണം ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു, ഏതോ മയക്കുമരുന്ന് കൊടുത്ത് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതാണെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. മയക്കുമരുന്ന് ഞാൻ കൈകണ്ടിട്ടില്ല, പക്ഷെ അവളുടെ നാക്ക്, അവളുടെ പെരുമാറ്റം, അവൾ എന്നെ കൊല്ലാൻ പോലും തയ്യാറായിട്ട് എന്നെ ഉപദ്രവിക്കുകയും വീട്ടിൽ അതേ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കോയമ്പത്തൂർ അമൃത കോളേജിൽ എൻ്റെ മകൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ അധികാരികളെ കണ്ടിട്ട് പറഞ്ഞു, ഒരു മാതാവ് നടത്തുന്ന സ്ഥാപനമല്ലേ ഇത്, ഒരു മാതാവ് മാത്രം വളർത്തി സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുക. ഞാൻ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയില്ല, അവരുടെ പഠിത്തത്തിൽ ഇത് ചെയ്തില്ല. ഇയാൾക്ക് ഈ കുട്ടിയെ തനിയെ ക്യാമ്പസിൻ്റെ അകത്ത് വെച്ച് എന്ത് ചെയ്യാനാണ് ഭാവം? അയാൾ പോകുന്ന ഡൽഹിയിലും അയാൾ പോകുന്ന ഇതും ഇവളുടെ പ്രോജക്റ്റും കൊണ്ട് പോകുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ കുട്ടി അവിടെ ചെന്നാൽ മതിയല്ലോ. അയാളോടൊപ്പം സഞ്ചരിച്ച് അയാൾ കിടക്കുന്ന റൂമിൽ കൂടെ കിടന്ന് അയാളോടൊപ്പം സഞ്ചരിച്ച് അയാളോടൊപ്പം ഒരു റൂമിൽ പങ്കിട്ട് അയാളോടൊപ്പം അവിടെ നിൽക്കണമെന്ന് ആവശ്യമുണ്ടോ? അങ്ങനെയാണോ അമൃത കോളേജിൽ PhD കൊടുക്കുന്നത്? തെളിവ് ഉണ്ടാക്കാനല്ല, ഈ കുട്ടി അവിടെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അവളെ ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് നമ്മളെങ്ങനെ തെളിവുണ്ടാക്കും? നമ്മൾ അവിടെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. കാര്യം ഈ കുട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാനൊക്കൂ. പിന്നെ ഈ പയ്യൻ കൂടെ നടക്കുന്നതെന്നുള്ളത് ആ സ്ഥാപനത്തിലെ CCTV ക്യാമറ മനസ്സിലാവും. ഇവള് PhD കൊടുക്കത്തില്ല. ഇനി മാതാ അമൃതാനന്ദമയി പറഞ്ഞാലും ഞാൻ പോയി കംപ്ലൈൻറ്റ് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പയ്യൻ എൻ്റെ ഒരു സ്വാധീനമുണ്ട്, അതുകൊണ്ട് അതാണ് ഇപ്പം അടുത്ത കാലത്തായിട്ട് വന്നത്. അത്
ഗൈഡിൻ്റെ കെയർ ഓഫിൽ വന്ന പയ്യനാണ്. ഗൈഡും അറിഞ്ഞുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച ഈ കുട്ടിയെ കടത്താൻ ശ്രമിച്ചിരിക്കുന്നു. ഞാൻ അറിയാതെ ഈ കുട്ടിയെ സ്ഥാപനത്തിലെ ഹോസ്റ്റലിൽ പിടിച്ചു വെച്ചു. എന്നേക്കുമായിട്ട് വീട്ടിൽ നിന്ന് അവരുടേതാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടന്നിട്ടില്ല എന്ന് സ്ഥാപനത്തിന് പറയാൻ കഴിയില്ല. ഞാൻ പോയി ഫോട്ടോ എടുക്കാൻ കഴിയില്ല. ഇത് അമൃത ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ പിടികെട്ടാത്ത മോഡിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർകൾ പോലും ബഹുമാനിക്കുന്നൊരു സ്ഥാപനം, ഭാരതത്തിലെ മുഖ്യമായ ഒരു സ്ഥാപനം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വന്ന് കിടക്കുന്ന ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ തേഞ്ഞു മാഞ്ഞു പോകുന്നതല്ലാതെ ഇത് അമൃതാനന്ദമയി അമ്മയുടെ തെറ്റല്ല. സ്ഥാപനം ആരെ ഏൽപ്പിച്ചിരിക്കുന്നോ ഒരു പേരന്റ് പോയി അവിടെ പറയുന്നു. ഇന്നലെ ഞാൻ പോയി സംസാരിച്ചപ്പോൾ പറയുന്നു അവൾക്ക് അവിടെ 24 മണിക്കൂറും ക്യാമ്പസിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അവളുടെ ജീവനും ഈ വെറും 1/2 കിലോ ഇവിടെ നിന്ന് ആ സ്ഥാപനം കാണാം. എന്താ ഞാൻ ഇരിക്കുന്നിടത്ത് നോക്കി കഴിഞ്ഞാൽ അമൃത കോളേജ് കാണാം. അത്രയും അടുത്താണ് ഞാൻ വീടെടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അവളെ എനിക്കെതിരായിട്ട് തിരിച്ച് ഇപ്പം ആ കുട്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കെതിരായിട്ടാണ്. അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം പറയുന്നത് ഇവളുടെ ബ്രെയിനിൻ്റെ കൺട്രോളെല്ലാം അവരാക്കി ബ്രെയിൻ വാഷ് ചെയ്ത് അവരിലേക്ക് എടുത്തു ഈ കുട്ടിയെ. ഇപ്പം ഞാൻ തനിയെയാണ്. അപ്പോൾ ഇതിൻ്റെ തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡിയൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ ചെന്നതും എൻ്റെ ഈ പെൺകുട്ടിയെ കടത്താനായിട്ട് അവർ ഇന്നലെ അഡ്മിഷൻ എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ HOD ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ രഹസ്യമായിട്ട് വാർഡന് അനുവാദം കൊടുത്തു ഈ കുട്ടി അവിടെ പിടിച്ചു വെച്ചേരെന്ന്. ഞാൻ അറിയാതെ, പേരൻ്റ് അറിയാതെ, അത് സ്കോളറാണ്, PhD സ്കോളറാണ്. ഞാൻ ചെന്ന് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്നറിയാമോ? PhD സ്കോളറാണ്, വ്യക്തിയാണ്, അവരുടെ വീടോ പേരൻസോ ഇവിടെ ആവശ്യമില്ലാന്ന്. അമൃതാനന്ദമയ്യെ എല്ലാവരും അമ്മ എന്നാണ് വിളിക്കുന്നത്. ആ അമ്മ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ മക്കളെ പ്രസവിച്ച അമ്മമാർക്ക് വിലയില്ലേ? അതായത് പെറ്റ മാതാക്കൾക്ക് വിലയില്ലേ? അമൃതാനന്ദമയി ഗ്രൂപ്പ് പേരൻസിനും കുടുംബത്തിനും വില കൊടുക്കുന്നില്ലേ? ഒരു വീട്ടിൽ നിന്നാണല്ലോ ഒരു സ്റ്റുഡൻ്റ് അവർക്ക് കിട്ടേണ്ടുന്നത്. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഇനി നിങ്ങൾക്കറിയാവുന്ന ഒരു പെൺകുട്ടികൾ, കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികളായാലും ഏത് പെൺകുട്ടികളായാലും അമൃതാനന്ദമയി ഈ ഗ്രൂപ്പ് ഈ സ്ഥാപനത്തിൽ ഈ കോയമ്പത്തൂരുള്ള ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം എൻ്റെ അനുഭവം, ഞാൻ ആ കുട്ടിയെ വളർത്തിയെടുത്ത വിധം ബിടെക് കഴിഞ്ഞു. അവൾ എന്നോട് നിന്ന് ഇപ്പം അമൃതാനന്ദമയി ഗ്രൂപ്പിൻ്റെ ആൾക്കാർ പറയുന്നു, അവർ പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്നു. എന്താണ് ഇവളെ പറഞ്ഞു കൊടുത്ത് ബ്രെയിൻ വാഷ് ചെയ്തു. മയക്കുമരുന്നില്ലാതെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം എൻ്റെ മകള് അവരുടെ ഭാഗത്താണ്. അവളെ കൊണ്ട് അമ്മ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അമ്മയുടെ ടോർച്ചർ താങ്ങാൻ വയ്യാതെ ഞാൻ ഇവിടെ വന്ന് ചേർന്നു എന്ന് പറയണം എന്ന് അവളെ കൊണ്ട് പറയിപ്പിച്ച് എനിക്ക് എതിരിയായിട്ട് ആ കുട്ടിയെ നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ലോകത്തിൻ്റെ സപ്പോർട്ട് വേണം. മാതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലോകത്തിൻ്റെ സപ്പോർട്ട് വേണം. ആ ഒരു PhD ചെയ്യുന്ന ആ മനുഷ്യൻ്റെ ശാരീരിക ഇംഗിതങ്ങൾക്ക് വഴങ്ങാൻ ആ സ്ഥാപനത്തിലെ മറ്റുള്ള ആൾക്കാർ സൈലൻ്റായി സപ്പോർട്ട് കൊടുക്കുന്നു. ഒന്ന്. രണ്ടാമത്, അയാൾ കൊണ്ടുവന്ന ബംഗാളിൽ അവൻ്റെ പ്രൊഫൈൽ അറിഞ്ഞുകൂടാ, അവൻ്റെ ബയോഡേറ്റ അറിഞ്ഞുകൂടാ, ഒന്നുമില്ല. അവനെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവൻ വന്ന് ചേർന്നത്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് എയറോസ്പേസുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ബന്ധമുണ്ടെങ്കിൽ പോലും പുതിയതായിട്ട് വന്നു ചേർന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ രീതിയിലാണ് ഈ 33 വയസ്സുകാരൻ അവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. പക്ഷേ 27 വയസ്സ് പ്രായമുള്ള ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മകള്
ഈ പയ്യൻ അവളുടെ ക്യാബിനിൽ വരുന്നു, ഇരിക്കുന്നു, അവളുടെ കയ്യിൽ പിടിക്കുന്നു, അവൾക്ക് പപ്പായപ്പഴം അരിഞ്ഞു കൊടുക്കുന്നു. ഒരു ക്യാബിനിൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ എന്താണ് വന്ന് ഇരുന്ന് ഇങ്ങനെയും സംസാരിക്കാമോ കൂടെ. അപ്പം ഇത് ഹണിമൂൺ പ്ലേസ് ആണോ? ഇത് കൂട്ടിക്കൊടുപ്പിൻ്റെ സ്ഥലമാണോ? ആണും പെണ്ണും ചേർന്ന് നടക്കാൻ ഇത് റിസോർട്ടോ അങ്ങനെ വല്ലതും ആണോ? അതേ വീട്ടിൽ നിന്ന് മാനം മര്യാദയ്ക്ക് പഠിക്കാനായിട്ട് വിടുന്ന പിള്ളേരെ ജോഡി ചേർത്ത് ഇണ ചേർത്ത് പിന്നെ അവരെ നിങ്ങൾ മകളല്ല, നിങ്ങൾ എല്ലാവരെയും അമ്മയെ നിലയ്ക്ക് നിർത്തണം. നിങ്ങൾ മകളല്ല, അല്ലെങ്കിൽ പേരൻസിനെ നിലയ്ക്ക് നിർത്തണം. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തികളായി. നമ്മൾ അവരെ വ്യക്തികളായിട്ടല്ല സ്ഥാപനത്തിലേക്ക് വിടുന്നത്, നമ്മൾ വ്യക്തിത്വം ആയിട്ടാണ് വിടുന്നത്. പേഴ്സണാലിറ്റി, മകളെന്ന് പറയുന്ന പേഴ്സണാലിറ്റി, മകനെന്ന് പറയുന്ന പേഴ്സണാലിറ്റി ആയിട്ടാണ് നമ്മൾ അവരെ സ്ഥാപനത്തിലേക്ക് വിടുമ്പോൾ അവർ പേഴ്സണാലിറ്റി എടുത്ത് കളയിപ്പിച്ചിട്ട് പേഴ്സൺ ആക്കിയിട്ട് വ്യക്തിയായിട്ട്, വ്യക്തിബോധം ഇല്ലാതാണോ അവരിത്രയും പഠിച്ചത്? 10-27 വയസ്സുള്ള പിള്ളേരെ എങ്ങനെ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് അവരല്ലാതാക്കി മാറ്റി എടുക്കാൻ ഈ സ്ഥാപനത്തിലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ദയവ് ചെയ്ത് ലോകം ബോധമുള്ള മനുഷ്യർ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദയവ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് തരണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഉപദേശിക്കണം. ഞാൻ എൻ്റെ നമ്പർ, എൻ്റെ പേഴ്സണൽ നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് കുറിച്ചെടുത്തോളൂ. 9500050156. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിസ്സഹായായ ഒരമ്മയുടെ രോദനമായിട്ട് നിങ്ങളിതെടുത്താൽ മതി. ലോകം എന്നോടൊപ്പം വേണം ദയവ് ചെയ്ത്. കാരണം എൻ്റെ മകളെ എനിക്കെതിരായിട്ട് അവിടെ കൊണ്ടുവരികയും ആ 27 വർഷം വളർത്തി പഠിപ്പിച്ച് PhD ആക്കുന്നത് വരെ, PhDയുടെ പകുതിയായി അവൾ അച്ചീവ്മെൻറ്റ്, അവളുടെ ആദ്യത്തെ നേട്ടം കൈവരിക്കുന്നത് വരെ അവളെ കാരണം ഫണ്ടുകൾ വരാൻ തുടങ്ങി. 52 ലക്ഷം രൂപയുടെ ഫണ്ടാണ് ഈ കുട്ടിയുടെ പ്രോജക്റ്റിന് വേണ്ടി അവിടെ വന്നത്. അര പൈസ ഇവളുടെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി അവർ കൊടുത്തില്ല. നേരെ മറിച്ച് അയാൾ പത്മ അവാർഡ് മേടിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട്, അതായത് ശന്തനു ഭൗമിക് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പത്മ അവാർഡ് മേടിക്കാൻ നടക്കുകയാണ്. ആ പത്മ അവാർഡ് മേടിക്കാൻ വേണ്ടി ഈ പിള്ളേരുടെ എല്ലാം പ്രോജക്റ്റുകൾ നേരെ വേറൊരു രീതിയിലാക്കിയിട്ട് പിന്നെ അവർക്ക് വേറൊരു പ്രോജക്റ്റ് കൊടുക്കും. അപ്പോൾ പേറ്റൻറ്റും ശരി, പിന്നെ പ്രോജക്റ്റും ശരി, ഈ ഗൈഡിൻ്റെ പേരിലേക്ക് മാറും. ഇങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതുമാത്രമല്ല, നമ്മുടെ പിള്ളേരെ വിശ്വസിച്ച് ഓരോ സ്ഥാപനങ്ങളിൽ കൊണ്ട് ചേർക്കും. പക്ഷേ ആ സ്ഥാപനത്തിൽ എന്താണ് നടക്കുന്നത്? ഇന്നലെ എന്നെ നീചമായ ഒരു കാര്യത്തിന്, ഇപ്പോൾ സ്ഥാപനം, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ ഈ കുട്ടിയെ ചെറിയ ഏജിൽ നിന്നും ഞാൻ തനിയെ ഉള്ള, അതായത് ഈ കുട്ടിയെ ഞാൻ തനിയെ വളർത്തിയെടുത്ത ഒരാളാണ്. അങ്ങനെ തനിയെ ഉള്ള ഒരു അമ്മ വളർത്തിയെടുത്ത് സുരക്ഷിതമായിട്ട് ഡിഗ്നിറ്റിയോടെ ഇതുവരെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന കുട്ടി ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥാപനത്തിൽ പോയി ചേർന്നു. ഇത് ന്യായമാണോ? എന്നിട്ട് ഇപ്പം പറയുന്നു വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നത് മാതാവ് അവിടെ ഈ കുട്ടിയെ പിടിച്ചു വയ്ക്കുന്നു. 18 വയസ്സ് കഴിഞ്ഞാൽ ഇവർ വ്യക്തികളാണെന്നും പേരൻസിൻ്റെ അടുത്തുനിന്ന് നേരെ മറ്റുള്ള ആണുങ്ങളുമായിട്ടും മറ്റുള്ള ഫ്രണ്ട്സുമായിട്ടും ചേർന്ന് സ്വതന്ത്രമായിട്ട് വിഹരിക്കണമെന്നുമാണ് സ്ഥാപനം ഇവരോട് പറയുന്നത്. ഞാൻ സ്ഥാപനത്തിൻ്റെ അടുത്ത് ചെന്നു. ആദ്യം അവർ കോപ്പറേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അണുവിട കോപ്പറേറ്റ് ചെയ്യാതെ ഈ 4 മാസം, ഒക്ടോബർ മാസത്തിൽ ഞാൻ പോയി പറഞ്ഞതാണ്. പിന്നെ ഞാൻ കാത്തിരുന്നു 4 മാസവും. ഞാൻ അറിയാതെ അവിടെ ഈ കുട്ടിയെ അവരിലേക്ക് മാറ്റി 24 മണിക്കൂർ ആ ക്യാമ്പസിനുള്ളിൽ തന്നെ വെപ്പിച്ച് അവർക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി ഒരു പെങ്കൊച്ചിനെ, ഒരു കരിമ്പ് പോലെ, ഒരു ലഡ്ഡു പോലെ ഒരു പെങ്കൊച്ചിനെ അവിടെ കിട്ടിയാൽ കൊള്ളത്തില്ലയോ? അങ്ങനെ ഒരു പെണ്ണിനെ കടത്താൻ വേണ്ടി ലിറ്ററലി ഞാൻ എൻ്റെ മകളെ അന്വേഷിക്കുന്നു, കാണുന്നില്ല. കോയമ്പത്തൂർ അമൃത കോളേജിൽ പോയ കൊച്ചിനെ 7 മണിയായിട്ടും വീട്ടിൽ കാണുന്നില്ല, വരുന്നില്ല. ഞാൻ വിളിച്ച് സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചു, ആ കുട്ടി വെളിയിൽ പോയിട്ടുണ്ടോ? ഇല്ല. സെക്യൂരിറ്റി ഗാർഡ് കാര്യം അറിയാതെ പോയി തിരക്കുക, അറിയുന്നില്ല. അപ്പോഴാണ് HOD രഹസ്യമായിട്ട് ഇവളെ
ക്യാമ്പസിൻ്റെ അകത്തെ ഹോസ്റ്റലിൽ എന്ത് കാര്യം ഉണ്ടായിട്ടാ? അയാൾക്ക് ഉപയോഗിക്കാനാണോ? അതെ അയാൾക്ക് എന്തിതായിട്ടാണ്? ഇന്നലെ എല്ലാവരും കൂടെ എന്നെ വിളിച്ച് പറയുന്നു, ആ കുട്ടിയെ പഠിക്കാൻ അനുവദിക്കണം കേട്ടോ. പഠിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണോ PhD വരെ ഞാൻ പഠിപ്പിച്ചു കൊണ്ടുവന്നത്? അപ്പോൾ ഇവർ കള്ളം പറഞ്ഞിട്ട് പെൺകുട്ടികളെ കടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയു എന്ന് എൻ്റെ അനുഭവം. കാരണം ഞാനറിയാതെ തിരിച്ച് ഈ കുട്ടിയെ പെട്ടെന്ന് തന്നെ വെളിയിലിറക്കണം. ക്യാമ്പസിൻ്റെ അകത്ത് ഈ കൊച്ചിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഈ പെൺകുട്ടിയെ HODയും അറിവോടുകൂടി അവളെ പേരൻറ്റിൻ്റെ പെർമിഷൻ കൂടാതെ അവളുടെ ഇഷ്ടം അനുസരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രത്യേക താല്പര്യക്കാരുടെ ഇഷ്ടം അനുസരിച്ച് അവളെ ഉപയോഗിക്കാൻ വേണ്ടി പെർമനൻ്റായിട്ട് സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് പിടിച്ച് ആ ഹോസ്റ്റലിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഹോസ്റ്റലാണോ ഇനി എന്തുവാണോ, എവിടാണ് അവൾ തങ്ങിയതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ വെളിയിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസിനെ ഉൾപ്പെടെ കൊണ്ടുവന്ന് ആ കുട്ടിയെ പേരൻ്റെ അടുത്തോണ്ട് വരും എന്നുള്ള ഒരു ഇതിൽ കാറിൽ അവളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടിട്ട് പോയി. ഇന്നലെ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു അവർ ഏറ്റെടുക്കാൻ തയ്യാറാണ് അവളെ. ഞാൻ ചോദിച്ചു, അവളുടെ ജീവനും അവളുടെ പഠിപ്പ് ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് വിട്ടതോ അതേ പരിശുദ്ധിയോടെ ഈ സ്ഥാപനം അവളെ വെളിയിൽ വിടുമോ? 24 മണിക്കൂറും ഈ കുട്ടി ആ സ്ഥാപനത്തിൻ്റെ അകത്ത് നിൽക്കണമെന്ന് സ്ഥാപനത്തിൻ്റെ അതോറിറ്റികൾക്ക്, ഇവളുടെ ഡിപ്പാർട്ട്മെൻറ്റിന്, ഇവളുടെ ഗൈഡിന് എന്താ ഇത്ര നിർബന്ധം? അവളുടെ ജോലികൾ അവൾ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള സമയത്ത് 8:30 മണിക്ക് അവിടെ പോകുന്നു, അല്ലെങ്കിൽ 4:30 മണിക്ക്, അല്ലെങ്കിൽ അവളുടെ ജോലി കഴിയുന്നത് വരെ അവിടെ നിന്നതിന് ശേഷം പേരൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ സുരക്ഷിതം ആണ്. അല്ലാതെ സ്ഥാപനമല്ലല്ലോ അവൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നത്, അവളുടെ കുടുംബമല്ലേ അവൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാമല്ലോ, റേപ്പ് ചെയ്ത് ഉപേക്ഷിക്കപ്പെടുന്നത്, കടത്തപ്പെടുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് ഏതോ മയക്കുമരുന്നുകളോ ഏതാണ്ട് കൊടുത്ത് അതിനെ അവരുടെ പക്ഷത്തേക്ക് ചേർത്ത് അമൃത ഗ്രൂപ്പ് അവളെ എന്നിൽ നിന്നും ഈ കോളേജിൽ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, ആരൊക്കെയോ ചേർന്ന് ഇപ്പോൾ ഫുൾ ടൈം ആ ക്യാമ്പസിൻ്റെ അകത്തേക്ക് വലിച്ചിരിക്കുകയാണ്. ഇതിന് ഇപ്പോൾ വാരി കെട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുകയാണ്. അവർ അഭയം കൊടുക്കും എന്ന് അവൾക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ദയവ് ചെയ്ത് കേരളത്തിലും തമിഴ്നാട്ടിലും ഞാൻ പറയുന്നത് നരേന്ദ്രമോദി അവர்களுടെ ഇത് എനിക്ക് വേണം, കൺസിഡറേഷൻ എനിക്ക് വേണം. ഇവിടെ തമിഴ്നാട് ഭരിക്കുന്ന വിജയ് അവர்களுടെ സപ്പോർട്ട് എനിക്ക് വേണം. എൻ്റെ കേരളത്തിലെ സഹോദരങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം. അല്ലെങ്കിൽ ഈ കുട്ടി അടുത്ത ഒരു പെൺകടത്തലിൻ്റെ ഇരയായി മാറാൻ ഇനി അധിക നേരം വേണ്ട. എൻ്റെ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ, 9500050156. നിസ്സഹായയായ ഒരമ്മയുടെ രോദനമായിട്ട് വിചാരിച്ചാൽ മതി. കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.